നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് Vivo X90 ഒരു ക്യാമറ ടെസ്റ്റ് ആണ്. ഈ ഒരു ഫോണിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രീം ഫോട്ടോഗ്രാഫി എന്നും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്നും. സൈസിന്റെ കൊളാബറേഷനിലൂടെ വന്നിരിക്കുന്ന ഈ ഒരു ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് കിടിലം ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. സോ നമുക്ക് കൂടുതൽ ഫോട്ടോസ് എടുത്തുകൊണ്ട് നോക്കാം. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ സൈസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ കളറിൽ ഫോട്ടോ എടുക്കാം. അത് ഡിസേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. മെയിൻ ക്യാമറ വരുന്നത് 50 MB ആണ്. 12 MB പോർട്രേറ്റും 12 MB വൈഡ് ആംഗിളും വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ പോർട്രേറ്റ് മോഡാണ് ഒരു രക്ഷയുമില്ലാത്തത്. സൈസിന്റെ ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഉപയോഗിച്ച് നമുക്ക് കിടിലം ബൊക്കെ എഫക്റ്റ് കിട്ടുന്ന ഫോട്ടോസ് എടുക്കാം. പോർട്രേറ്റ് മോഡിൽ നിങ്ങൾക്ക് HD പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. വൺസ് നിങ്ങൾ ഇതിലൊരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോക്കസോ ബൊക്കെ എഫക്റ്റോ ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ പ്രോ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുവലി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോസും വീഡിയോസും പ്രോ മോഡിൽ തന്നെ എടുക്കാം. ഫോട്ടോ മോഡിൽ നമുക്ക് 20x വരെ സൂം ചെയ്ത് ക്ലിയർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ 32 MB ആണ്. ഫ്രണ്ട് ക്യാമറയിലും സൈസിന്റെ എല്ലാ ഫിൽറ്റേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് T-സ്റ്റാർ കോട്ടിംഗ് വരുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒന്നാണ്. ക്യാമറ ലെൻസിലേക്ക് വരുന്ന അനാവശ്യമായിട്ടുള്ള റിഫ്ലക്ഷൻ ഒക്കെ തടയും. ലെൻസ് ക്ലിയർ ഒന്നും നമുക്കില്ലാതെ ക്ലിയർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിക്കാം. നാച്ചുറൽ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും എടുത്ത ഈ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്.